ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഫാം ഗോസ് ഫാമിലി വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഡെയിലി റുട്ടീൻ നമുക്ക് തുടങ്ങിയാലോ. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഇന്ന് ഒരു പണി ഞാൻ ഇന്നലെ തലേദിവസം ചെയ്ത് വെച്ചില്ല, ചോറ് മാത്രമേ ഇട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് കറികളെല്ലാം വെക്കണം, കാപ്പിക്ക് ഉണ്ടാക്കണം, എല്ലാം ഉണ്ടാക്കണം. അപ്പോൾ നേരത്തെ എഴുന്നേറ്റതാണ്. മത്തങ്ങയും പയറും കൂടെ എരിശ്ശേരി വെക്കാമെന്ന് ഓർത്തു. പിന്നെ പാൽക്കപ്പ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പാൽക്കപ്പ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് വിശദമായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ പാൽക്കപ്പ ഉണ്ടാക്കാമെന്ന് ഓർത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ മത്തങ്ങയും പയറും അങ്ങ് എരിശ്ശേരി വെക്കാനായിട്ട് തുടങ്ങി. മത്തങ്ങയും പയർ തലേദിവസം ഞാൻ വെള്ളത്തിലിട്ടായിരുന്നു, നന്നായിട്ട് കുതിർന്ന് വരുമല്ലോ. അങ്ങനെ മത്തങ്ങയും പയറും കുക്കറിലേക്ക് ഇട്ടു. അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ ജീരകം ഇട്ടു, ഉള്ളി ഇട്ടു, ആവശ്യത്തിന് പച്ചമുളക് ഇട്ട്, കുറച്ചൊരു ഇഞ്ചി ഇട്ട്, 3-4 ചുള വെളുത്തുള്ളി ഇട്ട്, കരിയാപ്പില ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരും. നന്നായിട്ട് മുളകൊന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങ ഇട്ടുള്ളൂ. കാരണം തേങ്ങ മുളകിൻ്റെ പോലെ നന്നായിട്ട് അരയണ്ട, ഒന്ന് അവിയലിൻ്റെയൊക്കെ പാകത്തിന് പതുക്കി ഒന്ന് ചതഞ്ഞിരിക്കുന്നാൽ മതി. അപ്പോൾ ഞാൻ 2 കപ്പ് തേങ്ങയും അതിലേക്ക് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടത് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് ഒന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വന്നു. തേങ്ങ മിക്സിയിൽ 2-3 പ്രാവശ്യം ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. ഇങ്ങനെ 2-3 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ അതും ഞാൻ കുക്കറിലേക്കിട്ട് മത്തങ്ങയും പയറിൻ്റെയും കൂടെ ഇട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു. അതായത് ഈ മത്തങ്ങയും പയറിനും നികക്കെ വെള്ളം മതി കേട്ടോ, ഒത്തിരി വെള്ളം വേണ്ട. കാരണം പെട്ടെന്ന് വേവും, അത് മത്തങ്ങയ്ക്കകത്തൊക്കെ വെള്ളം ഉള്ളതല്ലേ. അപ്പം നിങ്ങളിങ്ങനെയായിരിക്കും വെക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ വെക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ അതെല്ലാം റെഡിയാക്കി അതിന് പാകത്തിനുള്ള ഉപ്പും മഞ്ഞളും എല്ലാം ഇട്ട് അത് ഇളക്കി ഒന്ന് വെച്ച് അത് കുക്കർ അടുപ്പിലേക്ക് വെച്ചു. അടുപ്പിൽ വെച്ച് തീ കത്തിച്ച് വെച്ചു. ഇനി അടുത്തത് മീൻകറി ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിനായിട്ട് മീൻകറിക്കുള്ള റെഡിയാക്കി വെക്കുവാണ്. മീൻകറിക്ക് വേണ്ടിയിട്ട് ഞാൻ അരച്ചെടുത്ത് വെക്കുക. ഒരു സവോളയും ഒരു തക്കാളിയും എരിവിന് പച്ചമുളകും കാശ്മീരി മുളക് പൊടിയും പാകത്തിന് ഉപ്പും തേങ്ങയും 1 കപ്പ് തേങ്ങയും, ഇത്രയാണ് ഞാൻ മിക്സി നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നത്. എന്നിട്ടൊരു മീൻ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം 1/2 സ്പൂൺ ഉലുവായും കടുകും ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ട് നന്നായിട്ട് കടുക് പൊട്ടിച്ച് അതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. ചെറിയ ഉള്ളി എല്ലാം കൂടെ ആ മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് കഴുകി മിക്സി ഒന്ന് കഴുകി അതൊന്ന് ഇട്ട് കൊടുത്ത് അതിന് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. പിന്നെ കുടംപുളി ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ, അതും കൂടി ഒഴിച്ചേച്ച് അതിന് ഉപ്പ് ഒഴിച്ച് അതിനെ അടച്ച് വെച്ചൊന്ന് തിളയ്ക്കാൻ വെക്കണം. അത് തിളയ്ക്കാൻ വെക്കുന്ന സമയത്ത് ഞാൻ കപ്പ ഇങ്ങനെ സിപ്പിലോക്കിൻ്റെ അകത്തായിട്ട് ഞാൻ കപ്പ റെഡിയാക്കി വെക്കുന്നത്. കുറേ കപ്പ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ആ കപ്പയെല്ലാം കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞേച്ച് കഴുകി നന്നായിട്ട് ഉണങ്ങിയ തുണിയിലെടുത്ത് നന്നായിട്ട് ഉണക്കിയെടുക്കും. എന്നിട്ട് ഞാൻ കപ്പ സിപ്പിലോക്കിൻ്റെ അകത്താക്കി ഫ്രീസറിൻ്റെ അകത്ത് വെക്കും. എത്ര നാൾ വേണേലും നമുക്ക് ആ കപ്പ ഉപയോഗിക്കാം കേട്ടോ. അപ്പോഴത്തേനും എൻ്റെ മീൻകറിയൊക്കെ തിളച്ചു. അപ്പോൾ ഞാൻ മീനൊക്കെ എൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുത്ത് മീൻ അടച്ച് വെച്ചു. പിന്നെ പാൽക്കപ്പയ്ക്കുള്ള കപ്പ ഞാൻ റെഡിയാക്കി നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വെള്ളം ഒഴിച്ച് അത് കപ്പ വേവാനായിട്ട് ഞാൻ വെച്ചു കേട്ടോ. അന്നേരത്തേന് എൻ്റെ മീൻകറിയൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഈ പാൽക്കപ്പയ്ക്ക് വേണ്ടിയിട്ട് 1-ാം പാലും 2-ാം പാലും എടുത്ത് വെക്കണം തേങ്ങയുടെ. അപ്പം അതെല്ലാം എടുത്ത് വെച്ചപ്പോഴത്തേനും മീൻകറിയൊക്കെ റെഡിയായി. മീൻകറിക്കുള്ള കടുകും പൊട്ടിച്ചത് അത് മാറ്റി വെച്ചു ഞാൻ. അത് കഴിഞ്ഞിട്ട് ഇനി കുറേ പാത്രങ്ങൾ എനിക്ക് കഴുകാനുണ്ടായിരുന്നു. ഞാൻ ആ കുറേ പാത്രങ്ങളെല്ലാം കഴുകി എല്ലാം റെഡിയാക്കി വെക്കുക. എങ്ങനെയെങ്കിലും എല്ലാ ദിവസവും പോകുന്നതാണ് ഞാൻ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് പള്ളിയിൽ പോകണമല്ലോ, അതിനായിട്ട് സ്പീഡിലാണ് ചെയ്യുന്നത്. പാത്രങ്ങളെല്ലാം കഴുകി വന്നപ്പോഴത്തേനും കപ്പ വെന്തു. കപ്പയുടെ വെള്ളം എല്ലാം ഒഴിറ്റി ഞാൻ 2-ാം പാൽ ഒഴിച്ചു. അതിലേക്ക് 2-ാം പാൽ ഒഴിക്കുമ്പം നമ്മൾ നന്നായിട്ട് ഉള്ളിയും പച്ചമുളകും 3-4 ചുള വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ചതച്ചിടണം. അപ്പോഴാ കപ്പയ്ക്കൊരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. കരിയാപ്പില നന്നായിട്ട് ഇടണം. അപ്പോൾ 2-ാം പാലിൻ്റെ അകത്ത് ഒഴിച്ച് ഒത്തിരി തിളക്കേണ്ട. അപ്പം നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കണം. അത് കഴിഞ്ഞ് 2-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തീ ഓഫ് ചെയ്ത് 1-ാം പാലും കൂടി ഒഴിച്ചു. 1-ാം പാൽ ഒഴിക്കുമ്പോഴത്തേനും ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്യും കേട്ടോ. 1-ാം പാൽ ഒഴിക്കുമ്പോഴത്തേനും ആവി കയറിയാൽ മതി, അത് തിളയ്ക്കാൻ പാടില്ല. എന്നിട്ട് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിൽ കടുക് പൊട്ടിച്ചിടണം. വറ്റൽമുളക് ഉള്ളിയും പിന്നെ എണ്ണ ഒഴിച്ച് അതിൽ കടുക് ഇട്ട് വറ്റൽമുളക് ഉള്ളി ഇട്ട് കരിയാപ്പില ഇട്ടിട്ട് നന്നായിട്ട് കടുക് മൂപ്പിച്ച് അത് അടച്ച് വെക്കണം നന്നായിട്ട്. ആ സമയമായപ്പോഴത്തേനും മത്തങ്ങയുടെ കുക്കറിലത്തെ ആവിയെല്ലാം പോയായിരുന്നു. ആ മത്തങ്ങയുടെ അരപ്പ് ചീനിച്ചട്ടി വെച്ച് ഞാൻ കടുകിന് മുമ്പ് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം എരിശ്ശേരിക്കൊരു പ്രത്യേക നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ, അതൊരു ഇവിടുത്തെ അരി ആദ്യം ചൂടായി എണ്ണയിലേക്ക് ഇടണം. അത് നന്നായിട്ട് വിടർന്ന് വന്ന് കഴിയുമ്പോൾ ഉള്ളിയും വറ്റൽമുളകും കരിയാപ്പിലയൊക്കെ ഇട്ട് കടുക് മൂപ്പിച്ച് അതങ്ങ് ഈ മത്തങ്ങയും പയറും കൂടെ അതിലേക്ക് ഇട്ട് വെക്കണം. നല്ല ടേസ്റ്റ് ആണ് മത്തങ്ങയ്ക്കും പയറിനും കേട്ടോ. അങ്ങനെ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് അടുക്കളയെല്ലാം ക്ലീനാക്കി കണ്ടോ. എൻ്റെ പാൽക്കപ്പയും റെഡിയായി, മത്തങ്ങയും
മത്തങ്ങയും പയറും റെഡിയായി, മീൻകറിയും റെഡിയായി. അങ്ങനെ ഞാൻ എല്ലാം അടച്ച് വെച്ച് ക്ലീൻ ആക്കിയിട്ട് ഞാനിനി എല്ലാം റെഡിയായി. ഞാനിനി പള്ളിയിൽ പോവാണ്. ഇരുട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നേരം വെളുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാനും റോയിച്ചോടെ സ്വസ്ഥമായിട്ടിരുന്ന് ചായ കുടിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.